ഹലോ ഡിയേഴ്സ്, മാത്സ് സ്ക്വയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഗ്രൂപ്പ് ബി ആൻഡ് സിൻ്റെ സെക്കൻഡ് സെമിസ്റ്റർ മൊഡ്യൂൾ 3 ക്ലാസ്സാണ് കേട്ടോ. ഫസ്റ്റ് ക്ലാസ്സിനാണ് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷനാണ് പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ. അപ്പോൾ എന്താണ് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് നോക്കാം. അപ്പോൾ എന്താണ് ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം അല്ലേ? ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ നമുക്കറിയാം. നോക്കിക്കേ, ടി എന്ന് പറയുന്ന ഒരു വേരിയബിൾ മിസ് കൺസിഡർ ചെയ്യുവാണേ. ഓക്കെ, അപ്പോൾ ടി എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൺസിഡർ ചെയ്യണം. ഈ ഒരു ടി വേരിയബിളിലുള്ള ഒരു ഫംഗ്ഷൻ ലെറ്റ് ഇറ്റ് ബി ആർ ഓഫ് ടി എന്നിരിക്കട്ടെ. എന്താണ് ആർ ഓഫ് ടി? R of t, let R equal to R of t defines R as a vector valued function. Vector valued function of a real variable, or simply vector valued function. അപ്പോൾ R equal to R of t. R of t എന്ന് പറയുന്നത് ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഫംഗ്ഷൻ ആണ്, പക്ഷേ ഒരു വെക്റ്ററിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ലെറ്റ് R equal to R of t equal to x of t into I plus y of t into j plus z of t into k. ഈ ഐ ജെക്ക് നിങ്ങൾക്ക് അറിയാം, നമ്മളൊരു 3 ഡയമെൻഷണൽ ജോമെട്രി പഠിക്കുമ്പോൾ ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഇത് സെഡ് ആക്സിസ് എന്നിരിക്കട്ടെ. അപ്പോൾ എക്സ് വൈ സെഡ് ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടേഴ്സാണ് എന്ത്? ഐയും ജെയും കെയും. എക്സിൻ്റെ ഡയറക്ഷനിലുള്ളത് ഐ, വൈൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ജെ ആണ്, സെഡിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറാണ് കെ. ഇത് നമുക്ക് അറിയാമെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നോക്കിക്കേ, ഈ ആർ ഓഫ് ടി എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി ഇൻറ്റു ഐ പ്ലസ് വൈ ഓഫ് ടി ജെ പ്ലസ് സെഡ് ഓഫ് ടി കെ. ഇതാണ് ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതൊരു ഫംഗ്ഷനാണ്, ബട്ട് ഇറ്റ് ഈസ് എ വെക്റ്റർ. ഓക്കെ, അപ്പോൾ വെക്റ്റർ ആയതുകൊണ്ട് തന്നെ, ഇതൊരു 3 ഡയമെൻഷണൽ വെക്റ്റർ ആയതുകൊണ്ട് തന്നെ അതിന് എന്തുണ്ട്? ഐ കമ്പോണൻറ്റും ജെ കമ്പോണൻറ്റും സെഡ് കമ്പോണൻറ്റും ഉണ്ട്. ഐ കമ്പോണൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഐ ക്യാപ്പില്ലേ, അതായത് എക്സ് ഡയറക്ഷനിൽ, എക്സ് ആക്സിസിൻ്റെ ഡയറക്ഷനിൽ വരുന്ന യൂണിറ്റ് വെക്റ്റർ ആണ് ഐ. അതിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് ഈ എക്സ് ഓഫ് ടി. ഓക്കെ, ഇതിനെയാണ് നമ്മൾ കമ്പോണൻ്റ് എന്ന് പറയുന്നത്. വേർ എക്സ് ഓഫ് ടി, വൈ ഓഫ് ടി and z of t are called component function. ഒന്നുകിൽ നമുക്ക് component function എന്ന് പറയാം, അല്ലെങ്കിൽ എന്തെന്ന് പറയാം? components of r of t എന്ന് പറയാം. എന്തെന്ന് പറയാം? components of r of t എന്ന് പറയാം. വെക്റ്റർ കമ്പോണൻസ് എന്ന് പറയാം. മനസ്സിലായല്ലോ? അപ്പോൾ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനാണ്, പക്ഷെ അതൊരു വെക്റ്ററും. വെക്റ്റർ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് എന്ത്? ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിന് എക്സ് വൈ സെഡ് എന്തുണ്ട്? കോഎഫിഷ്യൻസുകൾ ഉണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് ഡെറിവേറ്റീവ് ഓഫ് എ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷനാണ്. അപ്പോൾ ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, ലെറ്റ് നമ്മൾ നേരത്തെ പോലെ തന്നെ ആർ ബി എ കണ്ടിന്യൂസ് സിംഗിൾ വാല്യൂ ഫംഗ്ഷൻ ഓഫ് എ സ്കെയിലർ വാരിയബിൾ ടി. ഓക്കെ, അതായത് ആർ എന്ന് പറയുന്നത് ഒരു ആർ ബി എ കണ്ടിന്യൂസ് സിംഗിൾ വാല്യൂ ഫംഗ്ഷൻ ഓഫ് എ സ്കെയിലർ വേരിയബിൾ ടി. ദെൻ ആർ ഈസ് സെറ്റ് ടു ബി എ വെക്റ്റർ ഫംഗ്ഷൻ ഓഫ് ദ സ്കെയിലർ വേരിയബിൾ ടി. ദെൻ ആർ ഈസ് ഡിഫറൻഷ്യബിൾ. ആർ ഡിഫറൻഷ്യബിൾ എന്ന് പറയണം എന്നുണ്ടെങ്കിൽ ദെൻ വി ക്യാൻ റൈറ്റ് ഡി ആർ ബൈ ഡി ടി. ആർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഡെറിവേറ്റീവ് എടുക്കണം വിത്ത് റെസ്പെക്ട് ടു ടി. ദെൻ അതിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഡി ആർ ബൈ ഡി ടി. അഗെയിൻ ഇറ്റ് വിൽ ബി എ വെക്റ്റർ. അതുകൊണ്ടാണ് നമ്മൾ മേളിലൊരു വെക്റ്റർ നൊട്ടേഷൻ കൊടുക്കുന്നത്. ഇറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് t ടെൻസ് ടു 0. നമ്മൾ ഡെറിവേറ്റീവിൻ്റെ ബേസിക് ഫോമുല പഠിക്കും.
പഠിച്ചിട്ടുണ്ട് നമ്മൾ ഓൾറെഡി. ആ ഒരു ഫോമുലയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. എഫ് ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് എഫ് ഓഫ് ടി, ഇതെല്ലാം വെക്ടേഴ്സ് ആണ്, ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ലിമിറ്റ് ടി ടെൻസ് ടു 0 എഫ് ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് എഫ് ഓഫ് ടി ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് എന്താണ്? ഡി ആർ ബൈ itself a vector point function of t. ഈ dr by dt എന്ന് പറയുന്നത് ഒരു വെക്റ്റർ പോയിന്റ് ഫംഗ്ഷൻ തന്നെയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് പഠിക്കേണ്ടത് ഡെറിവേറ്റീവ്, ഈ ഒരു ഡെറിവേറ്റീവിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കണം. അപ്പോൾ പ്രോപ്പർട്ടീസ് നോക്കാം. ഫസ്റ്റ് പ്രോപ്പർട്ടി നോക്കിക്കേ, പ്രോപ്പർട്ടീസ് പഠിച്ചു വെച്ചോളൂ. എ പാർട്ടിൽ നിങ്ങൾക്ക് 3 മാർക്സിന് ചോദിക്കാം. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റൻറ്റ് വെക്ടർ എന്താണ്? 0 ആണ്. അത് തന്നെയാണ് നമുക്ക് ഇവിടെയും അത് തന്നെയാണ് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റൻറ്റ് വെക്ടർ ഈസ് 0. ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡി ബൈ ഡി ടി ഓഫ്, രണ്ട് വെക്ടേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക, വെക്ടർ യുവും വെക്ടർ വിയും. ദെൻ ഡി ബൈ ഡി ടി ഓഫ് യു പ്ലസ് ഓ മൈനസ് വി, വെക്ടർ വി, വിച്ച് ഈസ് ഈക്വൽ ടു ഡി യു ബൈ ഡി ടി പ്ലസ് ഓ മൈനസ് ഡി വി ബൈ ഡി ടി ആയിരിക്കും. സിമ്പിളാണ്, നിങ്ങൾക്കത് ഓർത്ത് വെക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പ്രോപ്പർട്ടി. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡി ബൈ ഡി ടി ഓഫ് യു ഡോട്ട് വി. രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു യു ഡോട്ട് ഡി വി ബൈ ഡി ടി പ്ലസ് ഡി യു ബൈ ഡി ടി ഡോട്ട് വി ആയിരിക്കും. ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക. യു ഇൻറ്റു ഡി വി ബൈ ഡി ടി പ്ലസ് ഡി യു ബൈ ഡി ടി ഇൻറ്റു വി. അടുത്തത് d by dt of cross product of two vectors u cross v, which is equal to u cross dv by dt plus du by dt cross v. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഇത് വെച്ചിട്ടുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസ് എക്സാമിന് ചോദിക്കാം. ഓക്കെ, നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം നോക്കിക്കേ. ഫൈൻഡ് ആർ ഡാഷ് ഓഫ് ടി ഗിവൺ ആർ ഓഫ് ടി ഈക്വൽ ടു 4 + 5ti പ്ലസ് ടി മൈനസ് ടി സ്ക്വയർ ഇൻറ്റു ജെ. ഇതാണ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആർ ഓഫ് ടി എന്ന് പറയുന്നത് ഈ ഒരു നൊട്ടേഷനകത്താണ് തന്നേക്കുന്നത്. ഇത് ഈ 1/t tan t e റൈസ് ടു 2t എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ വെക്റ്റർ കോഎഫിഷ്യൻസ് ആണ് കേട്ടോ, വെക്റ്ററിൻ്റെ കമ്പോണൻസ് ആണ്. അത് ഓർത്തേക്കുക. ഒന്നുകിൽ ഈ രീതിയിൽ ചോദിക്കാം, അല്ലെങ്കിൽ വെക്റ്ററായിട്ട് തന്നിട്ട് തന്നെ ചോദിക്കാം. നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ആർ ഡാഷ് ഓഫ് ടി ആണല്ലേ കണ്ടുപിടിക്കേണ്ടത്. സോ ആർ ഡാഷ് ഓഫ് ടി ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ്. ആർ ഡാഷ് ഓഫ് ടി വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? ഓരോ കമ്പോണൻസിൻ്റെയും വിത്ത് റെസ്പെക്ട് ടു ടി വെച്ചിട്ട് ഡെറിവേറ്റീവ് എടുത്താൽ മതി, നമ്മുടെ ആൻസറായി. ഫസ്റ്റ് വൺ എന്താണ്? ഡി ബൈ ഡി ടി ഓഫ് 4 + 5t ഇൻറ്റു ഐ പ്ലസ് അടുത്തത് ഡി ബൈ ഡി ടി ഓഫ് ടി മൈനസ് ടി സ്ക്വയർ ഇൻറ്റു ജെ, which is equal to d by dt of 4 എന്താണ്? 0 ആണ്. d by dt of 5t എന്ന് പറയുന്നത് 5 ആണ് അല്ലേ? ടീൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, സോ 5i പ്ലസ് d by dt of t എന്ന് പറയുന്നത് 1, d by dt of t സ്ക്വയർ എന്താണ്? ടി സ്ക്വയർ എന്താണ്? 2t ആണ് അല്ലേ? അപ്പോൾ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അതുകൊണ്ട് ഇവിടെ മൈനസ് ഇട്ടു, -2t ഇൻറ്റു ജെ. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ ഡെറിവേറ്റീവ് ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് വേറൊരു വെക്ടറാണ് കിട്ടുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ ടി റൈസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് നിങ്ങൾ പഠിച്ചു വെക്കുക. എന്താണ് ടി റൈസ് ടു എൻ്റെ ഡെറിവേറ്റീവ്? n ഇൻറ്റു ടി റൈസ് ടു n - 1. ഇതാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തേക്കുന്നത് കേട്ടോ, ഡെറിവേറ്റീവിൻ്റെ ഫോമുല. ഇവിടെ കണ്ടില്ലേ, ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 2t എങ്ങനെ വന്നു? എന്നിൻ്റെ പ്ലേസിൽ 2 വന്നു. അപ്പോൾ 2 ഇൻറ്റു ടി റൈസ് ടു 2 - 1 ദാറ്റ് ഈസ് 2t. ഓക്കെ, നിങ്ങൾക്ക് അറിയാം, ഇത് ബേസിക് ഫോമുലയാണ്, നിങ്ങൾ 12th മുതലേ പഠിക്കുന്നതാണ്.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ആർ ഓഫ് ടി ഈക്വൽ ടു ഈ ഒരു വെക്റ്റർ കമ്പോണൻസ് ആണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ നമുക്കത് ആൻസർ നമ്മൾ ഈ ഒരു കമ്പോണൻസ് ഫോമിൽ തന്നെയാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആർ ഡാഷ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇങ്ങനെ ഒരു ക്യാപ്പിനകത്ത് 1/t ഡെറിവേറ്റീവ് എന്താണ്? 1/t ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1/t എന്ന് വെച്ചാൽ ടി റൈസ് ടു -1. അതിൻ്റെ ഡെറിവേറ്റീവ് എന്താ? -1 ടി റൈസ് ടു -1 -1 ദാറ്റ് ഈസ് മൈനസ് ടി റൈസ് ടു -2 ദാറ്റ് ഈസ് -1/t². അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? -1/t², കോമ ടാൻ ടിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി എന്താണ്? sec²t. നമുക്കറിയാം ഇ റൈസ് ടു 2t ഡെറിവേറ്റീവ് എന്താണ്? ഇ റൈസ് ടു 2t ഇൻറ്റു 2t ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി ദാറ്റ് ഈസ് 2. അതായത് 2 ഇൻറ്റു ഇ റൈസ് ടു 2t. ഓക്കെ, കിട്ടിയല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ദ യൂണിറ്റ് ടാൻജൻറ്റ് ടു ദ ഗ്രാഫ് ഓഫ് ആർ ഓഫ് ടി t² പ്ലസ് t³ അറ്റ് ദ പോയിന്റ് വെയർ t ഈക്വൽ ടു 2. നമുക്ക് എന്താ ചോദിച്ചേക്കുന്നത്? യൂണിറ്റ് ടാൻജൻ്റ് ആണ് ചോദിച്ചേക്കുന്നത് ടു ദ ഗ്രാഫ് ഓഫ് ദ വെക്റ്റർ ആർ ഓഫ് ടി ഈക്വൽ ടു. നമുക്ക് വേണ്ട എന്താണ്? യൂണിറ്റ് ടാൻജൻറ്റ്, അതായത് ആർ ഓഫ് ടിൻ്റെ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ടാൻജൻ്റ് ആണ് നമുക്ക് ചോദിച്ചേക്കുന്നത് അറ്റ് ദ പോയിന്റ് t ഈക്വൽ ടു 2. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ടാൻജൻറ്റ് അല്ലേ. അപ്പോൾ ടാൻജൻറ്റ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? ഒരു വെക്ടറിൻ്റെ ടാൻജൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് നത്തിങ് ബട്ട് ദ ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ ടാൻജൻറ്റ് ഈസ് നത്തിങ് ബട്ട് വാട്ട് ദ ഡെറിവേറ്റീവ്. അപ്പോൾ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും ആർ ഡാഷ് ഓഫ് ടി തന്നെയാണ് ടാൻജൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആർ ഡാഷ് ഓഫ് ടി ആദ്യം കണ്ടുപിടിക്കാം. അപ്പോൾ ആർ ഡാഷ് ഓഫ് ടി എന്ന് പറയുമ്പോൾ എന്താണ്? d/dt ഓഫ് t² ഇൻറ്റു i പ്ലസ് d/dt ഓഫ് t³ ഇൻറ്റു j which is equal to എന്താണ്? t² ഡെറിവേറ്റീവ് എന്താണ്? 2t ഇൻറ്റു i പ്ലസ് t³ 3 ഇൻറ്റു t² ഇൻറ്റു j. ഓക്കെ, അപ്പോൾ നമുക്കിത് കിട്ടി. ഓക്കെ, ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ ടി റൈസ് ടു n ഡെറിവേറ്റീവ് ആണ് നമ്മളിവിടെ എടുക്കുന്നത് കേട്ടോ. ഡെറിവേറ്റീവ് ഓഫ് ടി റൈസ് ടു n എന്ന് പറയുന്നത് n ഇൻറ്റു ടി റൈസ് ടു n-1 ആ ഫോമുലയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. തൊട്ട് മുന്നേ നമ്മൾ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആർ ഡാഷ് ഓഫ് ടി മീൻസ് ദ ടാൻജൻറ്റ് കിട്ടി. നമുക്ക് ചോദിച്ചേക്കുന്ന യൂണിറ്റ് ടാൻജൻ്റ് ആണ്. അപ്പോൾ യൂണിറ്റ് ടാൻജൻറ്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? യൂണിറ്റ് വെക്ടർ എങ്ങനെ കണ്ടുപിടിക്കും? വെക്ടർ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെക്ടർ. ഓക്കെ, സോ യൂണിറ്റ് ടാൻജൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും വെക്ടർ ആർ ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡാഷ് ഓഫ് ടി. അതിൻ്റെ സിമ്പിളാണ് കേട്ടോ, മാഗ്നിറ്റ്യൂഡിൻ്റെ സിമ്പിളാണിത്, നോമിൻ്റെ സിമ്പിൾ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? ഇതാണ് നമ്മുടെ യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടർ എന്ന് പറയുന്നത് ഇതാണ്. നമുക്കിനി ഇത് ആർ ഡാഷ് ഓഫ് ടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. നമുക്കിനി സെക്കൻഡ് ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോം ഓഫ് ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് കമ്പോണൻറ്റ്. എക്സ് കമ്പോണൻ്റ് എന്ന് പറയുമ്പോൾ ഏതാണ്? 2t ദ ഹോൾ സ്ക്വയർ പ്ലസ് ഇവിടെ ജെയിൻ്റെ കമ്പോണൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? 3t² ദ ഹോൾ സ്ക്വയർ. നമുക്ക് ചോദിച്ചേക്കുന്നത് അറ്റ് t ഈസ് ഈക്വൽ ടു 2 അല്ലേ. അറ്റ് t ഈക്വൽ ടു 2 ആകുമ്പോഴത്തേക്ക് അതിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? വാല്യൂ നമുക്ക് നോക്കാം. is equal to square root of at t equal to 2 കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ 2 ഇൻറ്റു 2 ടീന് 2 എടുക്കുമ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു 2 4 4ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 16 പ്ലസ് 3 ഇൻറ്റു t². 3 ഇൻറ്റു ടി എന്ന് പറയുമ്പോഴത്തേക്കും 2 അല്ലേ. അപ്പോൾ 3 ഇൻറ്റു 2 സ്ക്വയർ ദാറ്റ് ഈസ് 3 ഇൻറ്റു 4 that is 12. 12 സ്ക്വയർ എടുക്കുമ്പോൾ 144. 144 പ്ലസ് 16 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 160 ആണ്. എത്രയാണ്? 160. which is equal to root 160. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ എഴുതാം? സ്ക്വയർ റൂട്ട് ഓഫ് 16 ഇൻറ്റു 10 എന്ന് എഴുതിക്കൂടെ? റൂട്ട് ഓഫ് 16 ഈസ് 4 റൂട്ട് 10 കിട്ടി.
നമുക്കിനി എന്താ വേണ്ടത്? യൂണിറ്റ് ടാൻജന്റ് വെക്ടറാണ്. ഞാൻ ഇതിനെ ടി വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാണ്. ടി ഓഫ് ടി. സോ ലെറ്റ് ടി ഓഫ് 2 വിൽ ബിക്കം എന്താണ്? 2ti. ടിക്ക് നമ്മൾ 2 കൊടുക്കണം അല്ലേ? അപ്പം നമുക്കത് കൊടുത്ത് ചെയ്യാം. 2ti, 2 into 2i, that is 2 into 2i plus 3 into 2 t square വരുമ്പോഴത്തേക്കും 2 square, that is 4 into j whole divided by 4 root 10, which is equal to 4i plus 12j whole divided by 4 root 10, which is equal to, നമുക്ക് എങ്ങനെ എഴുതാം? 4 by 4 root 10, that is 1 by root 10 into I plus 12 by 4 ചെയ്യുമ്പോൾ 3 by root 10 j. ഇതാണ് നമ്മുടെ എന്ത്? യൂണിറ്റ് ടാൻജന്റ് വെക്ടർ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എക്സാമിന് വരും, ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കുക. ഫൈൻഡ് ദ വെലോസിറ്റി വെക്ടർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി വെക്ടർ, സെക്കൻഡ് സ്പീഡ്, then third acceleration vector. അപ്പോൾ velocity vector, speed and acceleration vector of the particle whose path is given by r equal to 3 cos 2ti plus 3 sin 3tk. ഓക്കെ, ഇവിടെ y കമ്പോണൻ്റ് ഇല്ല കേട്ടോ. y കമ്പോണൻറ്റും പിന്നെന്താണ് എക്സ് കമ്പോണൻറ്റും അതുപോലെ തന്നെ z കമ്പോണൻ്റേ ഉള്ളൂ, അല്ലാതെ ഇവിടെ നമുക്ക് y കമ്പോണൻ്റ് ഇല്ല. അപ്പോൾ എന്താണ് നമുക്ക് തന്നേക്കുന്നത്? ഒരു പാർട്ടിക്കിളിൻ്റെ വെക്ടർ ഓഫ് ദ പാർട്ടിക്കിൾ ഹൂസ് പാത്ത്. ഓക്കെ, ഒരു പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ വെക്ടർ അല്ലെങ്കിൽ ഒരു പാത്തിൻ്റെ വെക്ടർ നമുക്ക് തന്നിട്ടുണ്ട്. ആർ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി, സ്പീഡ് ആൻഡ് ആക്സിലറേഷൻ വെക്ടർ ഇത്രയാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഗിവൺ എന്താണ്? ദ വെക്ടർ ഓഫ് ദ പാർട്ടിക്കിൾ ഹൂസ് പാത്ത് ഈസ് ഗിവൺ ബൈ ആർ ഈക്വൽ ടു 3 cos 2t into i cap plus 3 sin 3t into k cap. ഓക്കെ, ഇത്രയൊക്കെ അല്ലേ? ദെൻ ഇനി നമുക്ക് എന്താ വേണ്ടത്? ഫസ്റ്റ് വെലോസിറ്റി വെക്ടർ. അപ്പോൾ ഇത് പൊസിഷൻ ആണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി വിൽ ബി ഈക്വൽ ടു വാട്ട്? വെലോസിറ്റി വെക്ടർ, വെലോസിറ്റി ഈക്വൽ ടു, ഞാൻ വി എന്ന് എടുക്കുവാണ്, വെക്ടർ വി ഈക്വൽ ടു ഡി ആർ ബൈ ഡി ടി ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ്, ഓരോ കമ്പോണൻസ് എടുക്കുക, 3 cos 2t into i പ്ലസ് d by dt of 3 sin 3t into k, which is equal to d by dt of 3 cos 2t. അപ്പോൾ 3 നമ്മൾ കോൺസ്റ്റന്റ് പുറത്ത് എഴുതി. cos 2tൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ 2t ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 2t. 2tൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 2 ആണല്ലേ? 2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് t, ദാറ്റ് ഈസ് 2. ഇത്രയും ഇൻറ്റു i പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് 3 സൈൻ 3t. അപ്പോൾ 3 ഇൻറ്റു സൈൻ 3tൻ്റെ ഡെറിവേറ്റീവ് കോസ് 3t ഇൻറ്റു 3tൻ്റെ ഡെറിവേറ്റീവ് 3. ഓക്കെ, ഇൻറ്റു കെ. ക്ലിയർ? ഇത്രയും വരവേ. ദെൻ വിച്ച് ഈസ് ഈക്വൽ ടു എന്താ കിട്ടിയ? വിച്ച് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 2 6, ഇവിടെ ഒരു മൈനസ് ഉള്ളത് കൊണ്ട് മൈനസ് 6 സൈൻ 2t ഇൻറ്റു i, 3 ഇൻറ്റു 3 9 കോസ് 3t ഇൻറ്റു k. ഓക്കെ, അപ്പോൾ നമുക്ക് വെലോസിറ്റി വെക്ടർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നൗ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ സ്പീഡ്. സ്പീഡ് എന്ന് പറയുന്ന ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, സോ സ്പീഡ് ഈസ് നത്തിങ് ബട്ട് മോഡുലസ് ഓഫ് ഡി ആർ ബൈ ഡി ടി. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ മേളിൽ കിട്ടിയിരിക്കുന്ന വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുകയാണ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താ കിട്ടുക? വിച്ച് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഇതിൻ്റെ സ്ക്വയർ, അതായത് മൈനസ് 6 sin 2t സ്ക്വയർ പ്ലസ് 9 cos 3t സ്ക്വയർ. ഇതാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു ചെയ്യുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 36 ഇൻറ്റു സൈൻ സ്ക്വയർ 2t പ്ലസ്
81 കോസ് സ്ക്വയർ 3t ആണ്. 2t ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് എടുക്കാമായിരുന്നു. സോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ആക്സിലറേഷൻ. സോ acceleration again it is a vector. It is nothing but d square r by dt square. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തല്ലോ, dr by dt നമുക്ക് കിട്ടി. അതിന് അഗെയിൻ നമ്മൾ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആക്സിലറേഷൻ കിട്ടും. സോ which is equal to d by dt of what? dr by dt, right? dr by dt of dr by dt, which is equal to d by dt of ഈ ടേം, അതായത് -6 sin 2t into I plus d by dt of 9 cos 3t into k. So which is equal to d by dt of -6 sin 2t. അപ്പോൾ -6 sin 2tൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -12 ഒരു സെക്കൻഡ് ഒറ്റയടിക്ക് എഴുതണ്ട. അപ്പോൾ -6 ഇൻറ്റു sin 2tൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് 2t ഇൻറ്റു 2tൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്യുമ്പോൾ 2 ഇൻറ്റു I പ്ലസ് d by dt of 9 cos 3t. ഇപ്പോൾ 9 ഇൻറ്റു cos 3tൻ്റെ ഡെറിവേറ്റീവ് മൈനസ് sin 3t ഇൻറ്റു 3tൻ്റെ ഡെറിവേറ്റീവ് 3 into k, right? So which is equal to -6 into 2 ചെയ്യുമ്പോൾ -12 cos 2t into I minus 9 into 3 ചെയ്യുമ്പോൾ 27 sin 3t into k. ഇതാണ് നമ്മുടെ ആക്സിലറേഷൻ വെക്റ്റർ. ക്ലിയർ? ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷനും അതുമായിട്ട് ബന്ധപ്പെട്ട് എക്സാമിന് വരാൻ സാധ്യതയുള്ള പ്രോബ്ലംസും ആണ് കേട്ടോ. സോ പ്രോപ്പർട്ടീസ് പഠിച്ചു, അതുപോലെ തന്നെ അത് റിലേറ്റ് ചെയ്ത് വരാൻ ചാൻസ് ഉള്ള പ്രോബ്ലംസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത്, അത് പഠിച്ചു. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഗ്രേഡിയൻ്റ് ഓഫ് എ ഫംഗ്ഷനും അതിൻ്റെ പ്രോപ്പർട്ടീസും പ്രോബ്ലംസും ചെയ്യാം. സോ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.